ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 500 താഴെ ഭൂരിപക്ഷം അവസാനം വരെയും ഒരു മുൻമുനയിൽ ആകാംക്ഷയുടെ മുൻമുനയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമെന്ന് താങ്കൾ കരുതിയിരുന്നു? ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഓരോ ബൂത്തിലും എത്ര വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കനുസരിച്ചിട്ട് തന്നെയാണ് ഏതാണ്ട് കാര്യങ്ങൾ നീങ്ങിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടി, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വോട്ടിൽ ഒരു കുറവുണ്ടായില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് താങ്കൾ പ്രതീക്ഷിച്ചതിനെ കൂടുതൽ വോട്ടെന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ 2 തവണയായി ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് ഇത്തവണ കുറയുമെന്നാണോ താങ്കൾ പ്രതീക്ഷിച്ചത്? അതോ ആ വോട്ട് BJP-യിലേക്ക് ഒരു ഷിഫ്റ്റ് ആയി മാറുമെന്ന് കരുതിയോ? കുറേ ഷിഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് കഴിഞ്ഞ കൂടുതൽ ഷിഫ്റ്റിംഗ് പ്രതീക്ഷിച്ചു അല്ല. അതായത് കഴിഞ്ഞ തവണ 1,38,000 വോട്ട് പോൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 40,000 വോട്ട് കിട്ടി. ഈ തവണ 1,29,000 വോട്ട് പോൾ ചെയ്തപ്പോൾ, അതായത് പോൾ ചെയ്ത വോട്ടിൽ 9,000 വോട്ടിൻ്റെ കുറവുണ്ടായപ്പോഴും ഞങ്ങളുടെ വോട്ട് 6,000 കൂടി. ആ വോട്ട് വന്നത് അവിടെ നിന്നൊക്കെ തന്നെയാണല്ലോ. പക്ഷേ UDF എന്ന് വരില്ല വോട്ട്. കാരണം UDF-ൻ്റെ വോട്ട് 32,000 നിന്ന് 7,000 ആയി. അപ്പോൾ ആ വോട്ട് വന്നത് അടുത്ത വർഷത്തിൽ തന്നെയാണ്. അപ്പോൾ അവിടെ NSS-ന്റെ SNDP-യുടെ വോട്ടുകൾ വലിയ രീതിയിൽ BJP-യിലേക്കാണ് മാറിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലായിട്ട് മാറിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ ഉറപ്പായിട്ടും മാറിയിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ അവസാന സമയത്തൊക്കെ അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റി നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ തീർച്ചയായും UDF-ന് അനുകൂലമായിരുന്നില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ അദ്ദേഹവും കടന്നാക്രമിക്കുന്ന സ്ഥിതിയായിരുന്നു. മാത്രവുമല്ല, ഈ പ്രചാരണത്തിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല വിഷയത്തിലധികം സംസ്ഥാനത്തെ BJP ഘടകത്തെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ഇതെങ്ങനെയാണ് NSS വോട്ടുകൾ സംസ്ഥാനത്ത് BJP-ക്ക്? ഇതൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഈ മണ്ഡലത്തിൽ NSS വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയല്ലല്ലോ എനിക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലാത്തതുകൊണ്ടോ താല്പര്യമില്ലാതെയും എനിക്ക് വന്നു, അങ്ങനെ ഒട്ടുമല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ വോട്ട് വന്നിട്ടുള്ളത്.